ഒരു ഗാന്ധിയനാണ് ഞാൻ. സത്യം ദൈവമാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ദൈവം എനിക്ക് അനുഗ്രഹം തരും എന്നൊരു സ്വാർത്ഥ ലാഭം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ വിഷയങ്ങളിലെല്ലാം, ദിലീപ് കേസിലടക്കം, രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിലടക്കം സത്യം പറയുന്നത്. അപ്പോൾ എനിക്കൊരു സ്വാർത്ഥ ലാഭം കൂടി ഉണ്ടെന്ന് കരുതിക്കോളൂ. 3 പോയിന്റുകളാണുള്ളത്. ഒന്നാമത്തെ കാര്യം, പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് അൺടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. ഇതാണ് ഇന്ത്യൻ നിയമത്തിന്റെയും ലോക നിയമത്തിന്റെയും അടിസ്ഥാനം. അതായത് ഒരു വ്യക്തി കുറ്റക്കാരനാണെന്ന് ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തുന്നത് വരെ ആ വ്യക്തി ഇന്നസെന്റ് ആണ് അൺടിൽ പ്രൂവ് ഗിൽറ്റി. ഈ അടിസ്ഥാനത്തിലാണ് ഇന്ത്യനും ലോക നിയമവും നിൽക്കുന്നത്. ആദ്യത്തെ 2 കേസുകൾ നമുക്ക് പരിശോധിക്കാം. അതിൽ രണ്ടാമത്തെ കേസിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് പരാതിയിൽ സംശയമുണ്ട് എന്നുള്ളതാണ്. ആദ്യത്തെ കേസിൽ റേപ്പിന്റെ കാര്യത്തിൽ കോടതി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിർബന്ധിത ഗർഭചിത്രം എന്ന ആരോപണം നിലനിൽക്കുമെങ്കിലും ഈ അവസരത്തിൽ ലഭ്യമായ വിവരങ്ങളിൽ പീഡനാരോപണം നിലനിൽക്കില്ല എന്നാണ്. അപ്പൊ ആദ്യത്തെ 2 കേസുകൾ ബഹുമാനപ്പെട്ട കോടതിയുടെ ഒബ്സർവേഷൻസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരല്ല എന്ന് നമ്മൾ ഓർക്കണം. രണ്ടാമത്തെ കേസിൽ സംശയം പ്രകടിപ്പിച്ചു, ആദ്യത്തെ കേസിൽ റേപ്പ് അല്ലെങ്കിൽ പീഡനാരോപണം ഈ അവസരത്തിൽ നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞു. 3, എന്റെ ഏക അഭ്യർത്ഥന, നമുക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ വി ഷുഡ് വെയിറ്റ് ഫോർ ദി ഒബ്സർവേഷൻ, കോടതിയുടെ പ്രഥമ ദൃഷ്ടിയുള്ള നിഗമനങ്ങളെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ്? കാര്യം നമ്മളല്ല ഒരാളെ വിധിക്കേണ്ടത്. മീഡിയ ട്രയലിലൂടെയല്ല, കോർട്ട് ട്രയലിലൂടെയാണ് ഒരാൾ വിധിക്കപ്പെടേണ്ടതുകൊണ്ടാണ്. ദിവ്യാജിയുടെ പരിപാടിയിലിരുന്ന് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ തെള്ളി പറയും, നാളെ കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെന്ന് കണ്ടെത്തിയാൽ, അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയ ഫൈൻഡിങ് കണ്ടെത്തിയാൽ, ഈ പരിപാടിയിലിരുന്ന് തെള്ളി പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം നിങ്ങൾ മാധ്യമങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. 2018 മുതൽ 99% മാധ്യമങ്ങൾ മറുവശത്തും രാഹുൽ ഈശ്വർ പോലെയുള്ള 1% ഈ വശത്തും ശ്രീ ദിലീപിന്റെ കേസിൽ പോരാടി അവസാനം ദിലീപിന്റെ കേസിൽ ഇവിടെ എന്തുകൊണ്ടാണ് മാങ്കൂട്ടത്തിൽ ഒരു നിരപരാധിയാണ് എന്ന് താങ്കൾ കരുതാൻ കാരണം? അങ്ങനെ താങ്കൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? അല്ല, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണ് എന്നല്ല പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി എന്നുള്ളത് നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാന ശിലയാണ്. അതാണ് പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ്. 2, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന് നമ്മുടെ നിയമം അനുശാസിക്കുന്നത് മീഡിയ ട്രയൽ കൊണ്ട് ഒരു വ്യക്തിയെ ഇല്ലാതാക്കരുത് എന്ന് ഉദ്ദേശിച്ചാണ്. ഇവിടെ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് എടുക്കാം. കാര്യം ഓരോ കേസിന്റെയും ആത്മാവ് അതിന്റെ ഡീറ്റെയിൽസ് ആണ്. ഡിവൈൻ ഓർ ഡെവിൾ ലൈ ഇൻ ദ ഡീറ്റെയിൽസ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ നോക്കുക, ആദ്യം തന്നെ ആ പെൺകുട്ടിയെ പീഡനത്തിന് വിധേയയാക്കി എന്നാണ് നിങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട്, ആ പെൺകുട്ടിയുടെ മൊഴിയായിട്ട്.